പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആശുപത്രിയിലേക്ക് വന്നു കയറുന്ന വിക്രത്തിൻ്റെ സുഹൃത്തിനെയാണ് കാണിക്കുന്നത്. MLA വാസുവിൻ്റെ മകൻ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലാണ് ഇപ്പോൾ വിക്രമിൻ്റെ സുഹൃത്തുള്ളത്. അയാൾ ഹോസ്പിറ്റൽ അറ്റൻഡറിൻ്റെ വേഷം ധരിച്ച് ICUവിൽ പ്രവേശിക്കുന്നു. വാസുവിൻ്റെ മകൻ്റെ അടുത്തായി തന്നെ അയാളുടെ സഹായമുണ്ട്. ഡോക്ടർ വിളിച്ചു എന്ന വ്യാജേനെ കൂടെ ഉണ്ടായിരുന്ന ആളെ അവിടെ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. ഇതിനുശേഷം ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ബെഡിൽ കിടക്കുന്ന MLAയുടെ മകൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്ക് റിമൂവ് ചെയ്യുന്നു. ഇതിനുശേഷം ആരും കാണാതെ പയ്യെ അവിടെ നിന്നും മാറുന്നു. ഡോക്ടർ എന്തിനാണ് വിളിച്ചതെന്നറിയാനായി നേഴ്സ് സ്റ്റേഷനിലെത്തിയ അയാൾ നേഴ്സിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ നേരത്തെ പോയെന്നും അങ്ങനെ ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അയാളും നേഴ്സും അവിടെ നിന്ന് വേഗം തന്നെ ICUവിലെത്തുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ അതാ ഓക്സിജൻ മാസ്ക് മാറി ശ്വാസത്തിനായി ബുദ്ധിമുട്ടുന്ന MLAയുടെ മകനെയാണ് അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ നേഴ്സ് അതെല്ലാം ശരിയാക്കുന്നു. ഈ സമയം വാസവൻ്റെ വീട്ടിൽ മകളുടെ പിറന്നാളാഘോഷം നടക്കുകയാണ്. കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ MLAയ്ക്ക് ഒരു കോൾ വരുന്നു. ആ കോൾ എടുത്ത് സംസാരിക്കുമ്പോഴേക്കും ആ വീട്ടിലെ കറണ്ട് കട്ടാകുന്നു. തൻ്റെ ഫോണിലേക്ക് വന്ന കോളിന് ശേഷം ആകെ പരിഭ്രാന്തിയിലാണ് MLA വാസവൻ. മകളോടും ഭാര്യയോടും കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി ആശുപത്രിയിലേക്ക് പോകുന്നു. ഈ സമയം സുധാകരൻ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ശ്രീജ വെള്ളം കുടിക്കാനായി അടുക്കളയിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ വീടിൻ്റെ മുൻവശത്ത് ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതാ വേദ അവിടെ ഇരിക്കുന്നു. എന്തിനാണ് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ശ്രീജേടത്തി വേദയോട് ചോദിക്കുന്നു. ഇത് കേട്ട വേദ എങ്ങോട്ടാണെന്നറിയില്ല, രാത്രി വണ്ടിയും എടുത്ത് വിക്രം പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയി. അപ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷേ രാത്രിയല്ലേ, അതുകൊണ്ടാണ് പറയാഞ്ഞേ എന്ന് വേദ പറയുന്നു. ഇത് കേട്ട ശ്രീജേടത്തി നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ അറിയിച്ചാലോ, വിക്രം എന്തേലും അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് അച്ഛനത് തടയാൻ കഴിഞ്ഞാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീടിനകത്തേക്ക് പോകുന്നു. അവർ ചെന്ന് അച്ഛനെയും അമ്മയും വിളിച്ചുണർത്തുന്നു. അച്ഛനോടായി വേദ വിക്രം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം രാത്രിയിൽ എപ്പോഴോ വിക്രം ഇറങ്ങി പുറത്തേക്ക് പോയിരിക്കുന്നു. പോകുന്നതിന് മുമ്പായി ആരോടോ ഫോണിൽ ഇന്ന് രാത്രി തന്നെ പ്രശ്നമെല്ലാം തീർക്കണമെന്ന് പറഞ്ഞുവെന്നും അത് താൻ കേട്ടെന്നും വേദ അച്ഛനോട് പറയുന്നു. അങ്ങനെ വിക്രം പോയിരിക്കുന്നത് വാസുവിൻ്റെ അടുത്തേക്കാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും വേദ കൂട്ടിച്ചേർക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ വിക്രമിൻ്റെ അമ്മയാകെ വിഷമത്തിലാണ്. അവർ കരഞ്ഞു നിലവിളിച്ച് എല്ലാവരോടുമായി അവരുടെ പരാതികൾ പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവനെന്താ ഭ്രാന്തുണ്ടോ എന്ന് ഏട്ടൻ ചോദിക്കുമ്പോൾ ഔചിത്യബോധമുള്ള ആരും ഈ പണിയൊന്നും ചെയ്യില്ലല്ലോ എന്ന് അച്ഛൻ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം സഹിക്കവയ്യാതെ കമല മാഷിനോടായി അവനെ ഈ സ്ഥിതിയിലാക്കിയതിന് മാഷിനും ഒരു പങ്കില്ലേ, അത് നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിന് മുമ്പ് വെച്ച് തന്നെയല്ലേ അവൻ പറഞ്ഞത് MLAയെ കൊന്നിട്ടാണെങ്കിലും അവൻ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന്. വീട്ടിലുള്ള എല്ലാവരും തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനിയെടുത്തി ഇനി എങ്ങാനും രാത്രിയിൽ ഗുണ്ടകൾ വല്ലതും ഈ വീട് ആക്രമിക്കാൻ എത്തുമോ, അതും പറയാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട മാഷ് അങ്ങനെ അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ ഇന്ന് രാത്രി മുഴുവൻ ഈ വീട്ടിന് കാവലായി ഞാനിരുന്നു കൊള്ളാം, നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിക്കോളൂ മക്കളെ എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അവിടെ നിന്ന് മടക്കുന്നു. ഇത്രയും പറഞ്ഞ് മാഷ് ഉമ്മറത്തേക്ക് നടന്നിറങ്ങി അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പരിസരമാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ കാറിൽ വന്നിറങ്ങിയ വാസവൻ വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് നടന്നു നീങ്ങുന്നു. വാസവൻ അവിടെ എത്തിയ ഉടൻ തന്നെ ഡോക്ടറോടും മറ്റുള്ളവരോടുമായി എന്താ സംഭവിച്ചത്? അപ്പോൾ കൂടെ ഉണ്ടായിരുന്നയാൾ അറിയില്ല സാറേ, എന്നോട് ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് പറയുകയായിരുന്നു. ആരാണ് എന്താണ് എന്നൊന്നും തന്നെ അറിയില്ല. ഇത് നിങ്ങളുടെ ശ്രദ്ധക്കുറവല്ലേ എന്നുള്ള രീതിയിൽ വാസവൻ ഡോക്ടറോടായി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മാത്രമല്ല സ്റ്റേഷനിലോട്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ മകൻ ഇവിടുന്ന് സുഖം പ്രാപിച്ച് പോകുന്നത് വരെ ഈ ICUവിന് മുൻപിലായി ഒരു പോലീസിനെ കാവൽ നിർത്തുന്നത് നല്ലതായിരിക്കുമെന്നും ഡോക്ടർ പറയുന്നു. കാരണം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു ആശുപത്രിയിലേക്ക് കടന്നു കയറി വരാൻ ശ്രമിച്ചയാൾ ഇനിയും വരില്ലെന്ന് ആര് കണ്ടു? MLA വാസവൻ അങ്ങനെ മകൻ്റെ അടുത്ത് ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തന്നെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അദ്ദേഹം നമ്പർ ശ്രദ്ധിക്കുമ്പോൾ അത് വീട്ടിൽ നിന്നുള്ള കോളാണെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ എടുക്കുന്നതിന് മുമ്പായി തന്നെ കോൾ കട്ടാകുന്നു. അയാൾക്ക് എന്തോ പന്തികേട് മണക്കുന്നു. അപ്പോൾ തന്നെ അയാൾ ഭാര്യയെ വിളിച്ചു നോക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ അതാ അയാളുടെ ഭാര്യയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. ഇത്രയും ആയപ്പോൾ തന്നെ അയാൾ ആകെ പേടിച്ചു നിൽക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അതാ സുധാകരൻ മാഷിൻ്റെ വീടിന് മുൻപിലായി ഒരു JCB വന്ന് നിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും വീടിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുകയാണ്. ബാങ്കിൽ നിന്ന് അന്ന് ജപ്തിക്കായി വന്ന ആളുകൾ അതാ സുധാകരൻ മാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. മാഷ് അവരോടായി ചോദിക്കുന്നു, എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? ജപ്തിയുടെ ഭാഗമായി അന്ന് തന്നെ വീട് ഡെമോളിഷ് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ? മാത്രമല്ല നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം കൃഷിഭൂമിയാണ്. കൃഷിഭൂമിയിൽ അനധികൃതമായി വീട് കെട്ടിപ്പൊക്കി ആ വസ്തു ബാങ്കിൽ ഈട് വെച്ച്
ലോൺ എടുത്തതിന് ഉടനെ തന്നെ അറസ്റ്റും ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. ഇത് കേട്ട വേദ, നിങ്ങൾക്ക് ഈ ഭൂമി കണ്ടിട്ട് പുരയിടമല്ലെന്ന് തോന്നുന്നുണ്ടോ? ഓഫീസർ വേദയോടായി ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും നിയമത്തിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് അപ്പോൾ തന്നെ പോലീസ് ജീപ്പും വന്നെത്തുകയാണ്. പോലീസുകാരോടും ബാങ്ക് മാനേജറോടുമായി വേദ, ഇന്ന് സൺഡേ അല്ലേ, ഞായറാഴ്ച ഏത് ബാങ്കാണ് വർക്ക് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഇന്ന് തന്നെ വീടിടിച്ചു നിരത്താനായി വരുന്നത്? അപ്പോൾ പോലീസുകാരൻ വേദയോടായി അതിന് കാരണമുണ്ടെന്നും നാളെ തിങ്കളാഴ്ച ഈ JCBക്ക് വേറൊരിടത്ത് പണിക്കായി പോകേണ്ടതുണ്ടെന്നും അതിനു മുമ്പായി ഗുണ്ടാ വിക്രമന്റെ വീടിടിച്ച് നിരപ്പാക്കാനാണ് വന്നതെന്ന് പറയുന്നു. മാത്രമല്ല തുടർ നടപടികൾക്കായി പോലീസുകാരൻ നേതൃത്വം കൊടുക്കുന്നു. വീട്ടിലുള്ള ഓരോ ആളുകളും ബാങ്ക് മാനേജറോടായി അപേക്ഷ നോക്കുന്നു. അപ്പോൾ വിജയേട്ടൻ, സാറേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ദിവസമായിട്ടില്ല എന്നല്ലേ അച്ഛൻ പറയുന്നത്, പിന്നെന്തിനാണ് നിങ്ങൾ ഇത്ര ധൃതി വെക്കുന്നത്? ഇത് കേട്ട ബാങ്ക് മാനേജർ, 15 ദിവസത്തിനുള്ളിലെന്നാണ് ഞങ്ങൾ സമയം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഈ കാര്യം നടപ്പിലാക്കാം. വിഷമം സഹിക്കവയ്യാതെ കമല, എന്നെയും മാഷിനെയും നിങ്ങൾ ഈ JCB കയറ്റി കൊന്നാലും വേണ്ടില്ല, ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ സീനുണ്ടാക്കരുത്, ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് ബാങ്ക് മാനേജർ പറയുന്നു. ഇത് കേട്ട വേദ, ഇത് ജോലി ചെയ്യലല്ല സാറേ, അതിക്രമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ വീട് പൊളിക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇതൊന്നും വകവെക്കാതെ ആ പോലീസുകാരൻ നേതൃത്വം കൊടുക്കുകയാണ് വീട് പൊളിക്കാനായി. ഇപ്പോൾ വേദ ശ്രീജേടത്തിയോടും നന്ദിനിയെടുത്തിയോടും തൻ്റെ കൂടെ വരുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഗേറ്റിന് മുൻപിലായി JCBയെ തടഞ്ഞു നിർത്തുന്നു. ഇത് കണ്ട് വീടിന് മുമ്പിൽ ആളുകൾ വന്നു കൂടുകയാണ്. അപ്പോൾ വേദ എല്ലാവരോടുമായി, ഈ വീടിനെ മാത്രം വിശ്വസിച്ച് ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങളാണ് ഞങ്ങൾ. ആദ്യം ഞങ്ങളെ ഈ വണ്ടി വെച്ച് തൂക്കി എറിഞ്ഞിട്ട് മതി വീട് പൊളിക്കുന്നത്. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ, ഇതെന്താ ആളുകൾ താമസിക്കുന്ന വീട് ഇടിച്ചു നിരത്തുന്നു, ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ? അപ്പോൾ പോലീസുകാരൻ അങ്ങോട്ടേക്കെത്തി ആ പറഞ്ഞയാളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. മാത്രമല്ല വീടിടിച്ചു നിരത്താനായി JCB മുൻപിലേക്ക് ഓടിച്ചു കയറ്റുകയാണ്. പതരാതെ അവർ മൂവരും കൈപിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോഴേക്കും അതാ MLA വാസവന്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ്. ഇതോടുകൂടി 210ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ.